ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കാവേരി തന്റെ അമ്മയെ അസുഖം മൂലം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആ സമയം തന്നെ അവള് അതേ രാത്രി വാതിലൊക്കെ തുറന്നിട്ട് നരന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. അതുപോലെ തന്നെ റോട്ടിൽ കണ്ട ഒരു ഓട്ടോക്കാരനോട് ആശുപത്രി വരെ ഒന്ന് പോകണമെന്ന് പറയുമ്പോൾ അയാളാണെങ്കിൽ മദ്യപിച്ച് ലക്ക് കെട്ട ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അവളോട് മോശമായി പെരുമാറുന്നതും പിന്നീട് നിവിന്റെ കൂട്ടുകാരനും ആ വഴി വരുമ്പോൾ ഈ കാഴ്ച കാണുകയും അയാളുടെ കയ്യിൽ നിന്നും അയാളെ തല്ലി ഓടിച്ച് നമ്മുടെ കാവേരിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നിവിൻ കാവേരിയെ കണ്ട് ആ ഒരു സന്തോഷത്തിൽ ഭയങ്കര മതിമറന്ന് അവളങ്ങനെ സന്തോഷിക്കുകയും ചെയ്യുകയാണ്. അപ്പോ കാവേരിയോട് പറയുന്നുണ്ട്, കാവേരി നമുക്ക് എന്തായാലും നിന്നെ എത്രയോ നേരം ഞാൻ അന്വേഷിച്ച് നടക്കുന്നു, നമുക്ക് എന്തായാലും കല്യാണം കഴിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ അവള് ചോദിക്കുന്നുണ്ട്, എന്താ നീ പറയുന്നത്, അപ്പൊ നീ കല്യാണം കഴിച്ചതോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ സമയം നിവിൻ പറയുന്നുണ്ട്, എന്റെ കല്യാണം നടന്നില്ല കാവേരി, അത് അവിടെ നിന്ന് പോയി, രാഗിണിയുമായിട്ട് എന്റെ കല്യാണം നടന്നിട്ടില്ല എന്ന് പറയുന്നത് കേട്ട് നമ്മുടെ കാവേരിയുടെ ഹൃദയം വല്ലാതെ അങ്ങ് പൊള്ളിപ്പോവുകയാണ്. നടന്നിട്ടില്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇല്ല. അപ്പോൾ ആ സമയത്ത് അപ്പൊ എന്താന്ന് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ, നീ പോയി എന്റെ പുറകെ എല്ലാവരും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അങ്ങനെ എന്റെ ആഗ്രഹം പോലെ തന്നെ അവളെ കല്യാണം ഞാൻ കഴിച്ചില്ല, അത് നീ പോന്നതിന് ശേഷം നിന്റെ പുറകെ ആയിട്ട് ഞാനും പോരുകയാണ്. ഞാൻ എവിടെയൊക്കെ അലഞ്ഞു എന്നറിയോ, വിനീതിനെ ഞാൻ ഈയിടെ കണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് അവൻ എന്റെ കയ്യിൽ നിന്നും പോവുകയാണ് ചെയ്തത്, അവനോടും കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ കാവേരിക്ക് വല്ലാത്തൊരു കുറ്റബോധമാണ് മനസ്സിൽ തോന്നുന്നത്. കാരണം മറ്റൊരുത്തന്റെ താലിയാണല്ലോ തന്റെ കഴുത്തിൽ കിടക്കുന്നത്. കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവൻ കല്യാണം കഴിച്ചേനെ. അപ്പോ ഒരു പ്രണയം നഷ്ടപ്പെട്ടു പോയൊരു അവസ്ഥയിലാണ്. താൻ ആഗ്രഹിച്ചൊരു ജീവിതം കിട്ടാത്തതിലൊരു വിഷമം നമ്മുടെ കാവേരിയുടെ മനസ്സിലുണ്ട്. അതേ സമയത്ത് ഈ പറയുന്ന ഇവനോട് നരനാണെങ്കിൽ വണ്ടിയിൽ അങ്ങനെ അന്വേഷിച്ച് വരികയാണ്. ഇവള് ഈ രാത്രിയിൽ ഇത് എവിടെ പോയതാണ്. അപ്പോൾ നല്ല മഴയുണ്ട് കേട്ടോ ആ സമയത്ത്. അങ്ങനെ ആ സമയം നമ്മുടെ കാവേരിയുടെ വണ്ടി ഇടിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റോഡിൽ ഒരു വണ്ടി വരുന്നു. അപ്പൊ അവളെ ഇടിക്കാൻ പോവുകയും അവളെ പിടിച്ചു മാറ്റുകയും ചെയ്യുകയാണ് നമ്മുടെ നരനല്ല, നിവിൻ പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പോ അവളുടെ തോളിലുണ്ടായിരുന്ന ആ ഒരു ഷാള് കഴുത്തിൽ നിന്ന് അങ്ങോട്ട് നീങ്ങി പോവുകയാണ്. അപ്പോഴായിരിക്കും അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി അവൻ ശ്രദ്ധിക്കുന്നത്, നിവിന്റെ കണ്ണിൽ പെടുന്നത്. അങ്ങനെ അത് നോക്കിയിട്ട് അവൻ പറയുന്നുണ്ട്, കാവേരി ഇത് എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഷാള് അവൾ അത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പോ നിന്നോടാ ചോദിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ആ താലി മാല പിടിച്ചു നോക്കുന്നുണ്ട്. പറയുന്നുണ്ട്, ഇതെന്താ ഇതാരുടെ താലിയാ, ഇതാരാ ഇത് കെട്ടിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. വളരെ വെപ്രാളത്തോടു കൂടിയാണ് നിവിൻ അത് ചോദിക്കുന്നത്. അപ്പൊ കാവേരി കരയുന്നുണ്ട്. അപ്പൊ കാവേരി കരഞ്ഞിട്ട് പറയാണ്, എന്താ പറ്റിയത് നിനക്ക്, നീ എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണല്ലേ, അത് ശരി, ഞാൻ വേറെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച് നീയും കല്യാണം കഴിച്ച പോലെ എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്യാണല്ലേ എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ചിരിക്കുകയാണ് നിവിൻ. അപ്പൊ ആ സമയത്ത് അല്ല നിവിൻ, എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറയുകയാണ്. കല്യാണം കഴിയേ എന്ന് ചോദിക്കുമ്പോ ഇന്ന് രാവിലെയാണ് എന്ന് പറയുന്നുണ്ട്. ഇന്ന് രാവിലെ കല്യാണം കഴിയേ, ആരാണ്, നീ എന്താ പറയുന്നത്, നീയെ ഇല്ലാന്ന് പറയ് കാവേരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവൻ ആകെ ഇമോഷണൽ ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയം കാവേരി പറയുന്നത് സത്യമാണ്, കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നത്. ആരാണെന്ന് ചോദിക്കാൻ, ഞങ്ങളിപ്പോ ഇവിടെ താമസിക്കുന്ന വീടിന്റെ ഓണറെ, അവരെയാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. എന്താ കാവേരി, നിനക്ക് കുറച്ചും കൂടി ഒന്നും കാത്തിരിക്കായിരുന്നില്ലേ, നീ എന്തിനാ ഇത്ര തിരക്ക് പിടിച്ചിട്ട് കല്യാണം കഴിച്ചത്, എന്താ സംഭവിച്ചത് എന്നുള്ള ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ നമ്മുടെ നിവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കാവേരി ആണെങ്കിൽ സങ്കടപ്പെട്ട് പൊട്ടിക്കരയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെയാണ് അവിടേക്ക് നരൻ വരുന്നത്. അങ്ങനെ നരൻ അവിടെ വന്ന് വണ്ടി നിർത്തുകയാണ്. അപ്പൊ ഇവരിങ്ങനെ സംസാരിക്കണ കാണുന്നുണ്ട്. അപ്പോൾ നരൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കാവേരിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതാണ് അപ്പൊ നിവിന് കാര്യം മനസ്സിലാകുന്നുണ്ട്, കാവേരിയുടെ ഭർത്താവാണ് ആ വന്നതെന്നുള്ള മനസ്സിലാവാണ്. അങ്ങനെ കാവേരിയോട് പറയുന്നുണ്ട്, കാറിൽ കയറി എന്ന് പറയുകയാണ്. അങ്ങനെ അവള് അവിടെ നിന്ന് നിവിനോട് കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നരനും അതിൽ കയറിയിരിക്കുന്നുണ്ട്. നിവിനാണെങ്കിൽ ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ വിഷമിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്.
ആ സമയത്താണ് നമ്മുടെ നരൻ ചോദിക്കുന്നുണ്ട് കാവേരിയോട് അതാരാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവള് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവൻ വലിയ ഇമോഷണലാണല്ലോ, അവന്റെ മുഖം കണ്ടാലറിയില്ല വലിയ സങ്കടത്തിലാണെന്നുള്ളത്. ഒരു കാര്യം ചെയ്യും, അവനോട് പറയ് നമ്മുടെ കല്യാണം ഒരു എഗ്രിമെന്റ് കല്യാണമാണ്, 1 വർഷം അവനോട് കാത്തിരിക്കാൻ പറയാം, അത് കഴിഞ്ഞ് നീ അവനായിട്ട് കല്യാണം കഴിച്ച് സുഖമായിട്ട് നീ ജീവിച്ചോ എന്ന് പറയുന്നുണ്ട് നരൻ നമ്മുടെ കാവേരിയോട്. അപ്പോൾ കാവേരിയോട് നീ ചെന്ന് പറഞ്ഞു, അവനെ അങ്ങനെയെങ്കിലും പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു എന്നിങ്ങനെ പറയുകയാണ് നരൻ. അപ്പൊ ആ സമയം കാവേരി ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നരനാണെങ്കിൽ അവളെയും കൊണ്ട് പോവുകയാണ്. അപ്പൊ നിവിൻ പൊട്ടിക്കരയുന്നുണ്ട്, കാവേരി കാവേരി എന്ന് വിളിച്ചുകൊണ്ട് ആ വണ്ടിയുടെ പുറകെ അവനിങ്ങനെ പൊട്ടിക്കരഞ്ഞ് നിൽക്കുകയാണ്. അവന് താങ്ങാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷൻ. അങ്ങനെ അതിനുശേഷം അവളെയും കൊണ്ട് നരൻ വീട്ടിലെത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് 100 ചോദ്യങ്ങൾ. എവിടെയായിരുന്നു നീ, എന്താണ് നീ, എവിടേക്കാ പോയത്, ഇവിടെ ആരോടും പറയാതെ ഇങ്ങനെ പോകാൻ പാടുണ്ടോ, ഇവിടെ ഈ തറവാട്ടിൽ അങ്ങനെ ഒരു ശീലം ഇതുവരെ ആർക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നല്ല ദേഷ്യപ്പെടുകയാണ് കാവേരിയോട്. അപ്പൊ ആ സമയം എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, അപ്പൊ എന്തിനാ നീ പോയത്, കാരണം പറയും എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ അപ്പുറത്ത് വയ്യാതെ ഞാൻ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ കണ്ടതാണ് അമ്മയെ ഹോസ്പിറ്റലിലേക്ക് അവർ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകുന്നു. അങ്ങനെ ഞാൻ ഓടിച്ചെന്നതാണ് അമ്മയെ, പക്ഷേ എന്നെ അവര് ഓട്ടോയിൽ കയറ്റിയില്ല, അതിന്റെ പുറകെ ഞാൻ ഓടിയതാണ്. അതുകൊണ്ട് വാതിൽ തുറന്ന് ഇട്ടതൊന്നും എനിക്ക് ആ സമയത്ത് ആ വെപ്രാളത്തിന്റെ ഇടയിൽ ഞാനത് മറന്നുപോയി വാതിലടയ്ക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കാവേരി. അപ്പോൾ ഇവള് പറയുന്നത് നുണയായിരിക്കും എന്ന് ശിവൻ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയം തന്നെ അവിടേക്ക് അതായത് അമ്മയെയും കൊണ്ടുവരികയാണ്. അതായത് ശാരദയെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ഗംഗയും നമ്മുടെ വിനീതും കൂടിയിട്ട്. അപ്പോൾ തിരിച്ച് അവരിങ്ങനെ വരുന്ന പുറത്തേക്ക് അവരെ കൊണ്ടുപോകുക, അമ്മയെ താങ്ങി പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ ഈ മുത്തശ്ശൻ കാണുകയാണ്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇവള് പറഞ്ഞത് ശരി തന്നെയാണെന്ന് തോന്നുന്നുണ്ട്, ഇതേ ഇവളുടെ അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് എന്താ പറ്റിയതെന്ന് നമ്മുടെ വിനീതിനോട് കാവേരി വിളിച്ച് ചോദിച്ചു. വിനീത് ഒരു അവസരം കിട്ടിയപ്പോൾ കാവേരിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നീ പേടിക്കണ്ട, നീ വീട്ടിലോട്ട് പൊക്കോ, നിന്നെ കണ്ടു കഴിഞ്ഞ ഒരു പക്ഷെ ബുദ്ധിമുട്ട് കൂടും, പ്രഷർ വല്ലാതെ കൂടിപ്പോയതാണ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവളെ സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിവിനോട് സംസാരിച്ച് നിൽക്കണം ആ സമയത്ത്. അങ്ങനെ അവള് അപ്പൊ ആ സമയത്ത് ഇവൻ ചോദിക്കുന്നുണ്ട്, ആര് നമ്മുടെ ഗായത്രി ചോദിക്കാൻ, അല്ല നീ ഇന്ന് എവിടെയാ കിടന്നുറങ്ങിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവള് ഇദ്ദേഹത്തിന്റെ മുറിയിൽ എന്ന് പറയുകയാണ്. അപ്പോ അവിടെ ആ കള്ളം പൊളിഞ്ഞിട്ടിരിക്കുകയാണ്. നരന്റെ മുറിയിൽ കാവേരി ഉണ്ടായിരുന്നില്ല എന്ന സത്യം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ അവൻ പറയുന്നുണ്ട്, ഇല്ല എന്റെ മുറിയിൽ ഉണ്ടായിരുന്നില്ല, ഇവള് വിഷമം വീട്ടുകാർ പറഞ്ഞ വാക്കുകളൊക്കെ ആലോചിച്ച് ഇവൾ അവിടെ ബാൽക്കണിയിലല്ലേ ആയിരുന്നു അല്ലേടി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതെ അങ്ങനെ തന്നെയാണ് എന്ന് കാവേരി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവളെയും കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതേ സമയത്താണെങ്കിൽ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്, നീ അവളെ ശരിക്കും സ്നേഹിച്ച് തന്നെയല്ലേ കല്യാണം കഴിച്ചത്, നീ എന്താ അവളോട് ഒരു അടുപ്പമൊന്നും കാണിക്കാത്ത, അവളോടൊന്ന് സ്നേഹിക്കുന്നതായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ലല്ലോ എന്നുള്ള ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട്, അങ്ങനെയാണോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് ഞാൻ തീർത്തു തരാമെന്ന് പറഞ്ഞ കാവേരിയോട് നമ്മുടെ നരൻ കുറെ അടുപ്പൊക്കെ കാണിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും കാണാൻ പോകുന്നത്. ബാക്കി എന്താണെന്ന് അടുത്ത റിവ്യൂല് പറയാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.